السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة كل بدعة ضلالة. اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. അപ്പം എല്ലാ രക്ഷ തേട്ടവും ആരോടായിരിക്കണം? അള്ളാഹുവിനോടായിരിക്കണം. വൈബിയ നിലക്കുള്ള മറിഞ്ഞ നിലക്കുള്ള എല്ലാ രക്ഷ തേട്ടങ്ങളും സഹായ അഭ്യർത്ഥനകളൊക്കെ ആരോടായിരിക്കണം? അള്ളാഹുവിനോടായിരിക്കണം. മനസ്സിലാകണ്ട? പിശാചി നമ്മൾ കാണുന്നില്ല. പിശാചി ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ രക്ഷ തേടിക്കൊണ്ടായിരിക്കണം പരിശുദ്ധ ഖുർആൻ ഓതേണ്ടത്. ഒരു പ്രാധാന്യം മനസ്സിലായില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അള്ളാഹുവേ, ഈ കാര്യം ചെയ്തു തീർക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മളെ മനസ്സിന് ഉള്ളിലുണ്ടാവണം. എപ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ ബിസ്മി ചൊല്ലണം. അങ്ങനെ ബിസ്മി ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട പ്രാർത്ഥന എന്താണ്? അല്ലാഹുവേ, ഈ കാര്യം ശരിയായ രൂപത്തിലൂടെ ചെയ്തു തീർക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എന്നുള്ളതാണ്. ഓർക്കുക, എന്താ ബിസ്മി ചൊല്ലുമ്പോൾ മനസ്സിലുണ്ടാവേണ്ടത്? പ്രാർത്ഥന അല്ലാഹുവേ, ഈ കാര്യം ചെയ്തു തീർക്കുവാൻ നീ ഞങ്ങൾ സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മൾ ഉണ്ടാവണം, മനസ്സിലുണ്ടാവണം. അള്ളാഹുവിനോട് മനസ്സുള്ള എല്ലാ കാര്യം അറിയുന്നവൻ ആരാകുന്നു? അള്ളാഹു ആകുന്നു. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം ദിക്ർ ദുആകൾ ഖുർആൻ പാരായണം കൊണ്ട് നടത്തേണ്ടത്. കാരണം വല ദിക്ർ അല്ലാഹു അക്ബർ, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് വലിയ വമ്പിച്ചൊരു കാര്യമാകുന്നു. സ്വർണം വെള്ളിയും ദാനം ചെയ്യുന്നതിനേക്കാളും കൂലി കിട്ടുന്ന കാര്യമാകുന്നു എന്ന് മറ്റേ ഹദീസിലൂടെ ഈ സ്വഭാവം പഠിപ്പിച്ചു തന്നുണ്ട്. അപ്പോഴേ ഏതൊരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ തന്നെ ആ കാര്യം ചെയ്യാനുള്ള കഴിവ് നമുക്ക് കിട്ടേണ്ടത് അല്ലാഹുവിൽ നിന്നാകുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം. അതാണ് ഈ സ്വഭാവം പഠിപ്പിക്കുന്നത്. അതോടുകൂടി ഒരു പ്രാർത്ഥന അല്ലാഹുവിനോട്, അല്ലാഹുവേ, ഈ കാര്യം ചെയ്തു തീർക്കുവാൻ എന്നെ സഹായിക്കണമേ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നു? ഈസാ നബി അലൈഹിസ്സലാമിനെ സ്തുതി അർപ്പിക്കുന്നു. നമുക്ക് പാടില്ല. സ്തുതികൾ മുഴുവൻ ആർക്കായിരിക്കണം? അള്ളാഹുവിനായിരിക്കണം എല്ലാ സ്തുതികളും. മനസ്സിലായ? അതുകൊണ്ട് ഇക്കാര്യം ഓർക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, നിസ്കാരത്തിലൂടെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു എന്താ പറയുക? എൻ്റെ അടിയാൻ എന്നെ സ്തുതിച്ചു എന്ന് അള്ളാഹു പറയും. അത് നമ്മൾ എന്ത് ചെയ്യണം? ഉൾച്ചെവികൾ കൊണ്ട് കേൾക്കണം. മനസ്സിലായ? എന്താണ് അള്ളാഹു ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത്? നമസ്കാരം അള്ളാഹും നാമും തമ്മിലുള്ള ഒരു രഹസ്യ സംഭാഷണമാണ്. മനസ്സിലായ? അള്ളാഹുവിനെ മനസ്സുകൊണ്ട് കാണണം. അള്ളാഹു ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മറുപടി അറിയുന്നത് എന്ത് ചെയ്യണം? ചെവി കൊണ്ട് കേൾക്കണം. ആ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. നമസ്കാരത്തിൽ
അള്ളാഹു ഓർത്തുകൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ പ്രതിഫലം നമുക്ക് പൂർണ്ണമായി ലഭിക്കുക. അതിനെതിരെ മറ്റു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന പിശാച് ഷറിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് ആദ്യമായി രക്ഷ ചോദിക്കൊണ്ടാണ് എന്ത് പാരായണം ചെയ്യുന്നത്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായ? നമ്മളറിയാതെ പിശാച് എന്ത് ചെയ്യുന്നു, മറ്റു ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുപോകും, അന്യ ചിന്തയിലേക്ക് കൊണ്ടുപോകും. അപ്പം അത് ആ ചിന്തയിൽ നിന്നും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കുക, ആ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാവുന്നു നമ്മൾ പരിശ്രമിക്കേണ്ടത്. മനസ്സിലാണ്ട? അർ-റഹ്മാൻ റഹീം, ധർമ്മകാര്യനും കണ്ണാന്തിയുമായിട്ടുള്ള എന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു എന്താ പറയാ? എൻ്റെ തന്നെ പുകഴ്ത്തി. എന്താ റഹ്മാൻ? ധർമ്മകാരൻ. ഈ ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്കും ആരാധിക്കാത്തവർക്കും കാര്യം ചെയ്യുന്നവനെ ധർമ്മകാര്യം എല്ലാവർക്കും, മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങളൊക്കെ തന്നെ അള്ളാഹു തആല വായു, വെള്ളം, ഇതൊക്കെ സൗകര്യങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു ആയുഷ്കാലം വരെ ചെയ്തു കൊടുക്കുന്നു. റഹീമ, പരലോകത്ത് മരണം അനന്തരം ചെയ്യുന്ന പരലോകം മറ്റൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവർക്ക്, അള്ളാഹുവിനോട് മാത്രം വൈബ്യാനക്ക് സഹായം ചോദിച്ചവർക്ക്, അള്ളാഹുവിന് മാത്രം നേർച്ചകൾ അർപ്പിച്ചവർക്ക്, മറ്റവർക്ക് ഒരു രക്ഷ ചോദിച്ചില്ല, മറ്റൊരു റസൂലുള്ളാഹിനോട് പാപമൊന്നും നേടൂല, അള്ളാഹുവിനോട് മാത്രം വൈബ്യാനക്കുള്ള സഹായപ്രദം നടത്തുന്നവർക്ക്, നേർച്ചകൾ അർപ്പിക്കുന്നവർക്ക് ഒക്കെ അള്ളാഹു ചെയ്യുന്നു, പരലോകത്ത് കാര്യം ചെയ്യും. അപ്പോൾ ആരാധന മുഴുവനും അള്ളാഹുവിനെ അർപ്പിക്കുക. വൈബ്യാനക്കുള്ള സഹായപ്രദങ്ങളും പാപമോ നേട്ടവും ആരാധനയാണ്. ആരാധന അള്ളാഹു വന്നു. ആ ആരാധന അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്നവർക്ക് നാളെ പരലോകത്ത് ചെയ്യുന്നു, അള്ളാഹു കാരുണ്യം ചെയ്യുന്ന രക്ഷ നൽകുന്നു. അതാണ് റഹ്മാൻ റഹീം, ധർമ്മകാരന് കനാഥി. അങ്ങനെയുള്ള അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. മിസ്സായ അത് അപ്പോൾ നിസ്കാരത്തിൽ നമ്മൾ പാലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു എന്താ പറയുക, റഹ്മാൻ റഹീം ഇതേ തന്നെ പുകഴ്ത്തി. അത് നമുക്ക് കേൾക്കണം ചൂഴ്ചെവി കൊണ്ട്. മനസ്സിലാണ്ട? മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. എന്താണ് പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ? എവിടെ എന്താ പ്രതിഫലം? ഇഹലോകത്ത് പ്രവാചകന്മാരൊക്കെ അയച്ചു തന്ന് എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് പ്രകാരം നമ്മളെന്ത് ചെയ്യുക, പഠിച്ചറിയുക, എന്നിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അങ്ങനെയുള്ളവർക്ക് നാളെ പരലോകത്ത് സ്വർഗം ഒരുക്കി വെച്ചത് അത്രയും നൽകും. അതിന് വിപരീതമായി പ്രവർത്തിച്ച ആളുകൾക്ക് നരകം പ്രതിഫലം നൽകും. എന്തായാലും ഒരു പ്രതിഫലം അവിടെ ഉണ്ട്. ഇന്ന് സ്വർഗമായിരിക്കും, അല്ലെങ്കിൽ നരകമായിരിക്കും. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ഉടമസ്ഥൻ. ആ പ്രതിഫല നടപടി കർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ മാറ്റുന്നത് ആരാകുന്നു? അള്ളാഹുവാണ്. അതാണ് മാലിക്. മനസ്സിലാണ്ട? മാലിക് യൗമിദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ഉടമസ്ഥൻ. അവിടെ അന്ന് ആർക്കും ഒരധികാരമില്ല, ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല. മനസ്സിലാണ്ട? എല്ലാവരും യാനഫ്സി യാനഫ്സി എന്ന് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം, നരകത്തിന് മുമ്പ് നമ്മ എല്ലാവരെയും ഹാജരാക്കപ്പെടും. ആ സന്ദർഭത്തിൽ മാലിക് യൗമിദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ഉടമസ്ഥൻ. ഇന്ന് നമ്മൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു എന്ത് പറയാ? ഇതിനെ മഹത്വപ്പെടുത്തി. ഇപ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മുടെ മനസ്സിലുള്ള പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? സോനെ ആ ഹൃദയത്തിനുള്ളിലുണ്ടാവണം. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നീ പരിശുദ്ധൻ, നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട? അവോട് പറയണ്ട, ഹൃദയത്തിലുണ്ടാവുക. ഹൃദയത്തിലുള്ള ആ പ്രാർത്ഥനകൾ, ആവശ്യങ്ങളൊക്കെ ആരറിയുന്നവന്? അള്ളാഹു അറിയുന്നവനാകുന്നു. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ മനസ്സിലായില്ലേ? മാലിക് യൗമിദ്ദീൻ, നടിയാൻ എന്നെ മഹത്വപ്പെടുത്തി എന്ന് അള്ളാഹു പറയുന്നത് നമ്മൾ കേൾക്കണം. ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉൾച്ചെവി കൊണ്ട്. അതോടുകൂടി ആ പ്രയാസകരമായ അവസ്ഥ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ആ അവസ്ഥയിൽ നിന്നും രക്ഷ കിട്ടുവാൻ വേണ്ടി മനസ്സിൽ പ്രാർത്ഥന
നമ്മൾ പ്രാർത്ഥിക്കണം. ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കും. അതാണ് ഫാത്തിഹ സാവകാശക്രമത്തിൽ ഓതാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. വറത്തിൽ ഖുർആൻ തെർത്തീല, വറത്തിൽ ഖുർആൻ തെർത്തീല, അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് സാവകാശത്തിലായിരിക്കണം, അവധാനപൂർവമായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. മനസ്സിലാണ്ട? ഇതിനു വേണ്ടിയിട്ട് എന്താണ് ആവശ്യം? അള്ളാഹു ധാരാളം ഓർത്തുകൊണ്ട് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അള്ളാഹു നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഓർക്കാൻ വേണ്ടി പിശാച് എന്ന് നമ്മൾ തിരിച്ചു കളയും. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. മനസ്സിലാണ്ട? മാലിക് യൗമിദ്ദീൻ, പ്രതിഫലത്തിന്റെ ഉടമസ്ഥൻ തന്നെ മഹത്വപ്പെടുത്തി എന്ന് പറയുന്ന കാര്യം ഓർക്കുക. പിന്നീട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോ അള്ളാഹു എന്ത് പറയാ? അത് എനിക്കും എൻ്റെ അടിയാനും ഉള്ള കാര്യമാകുന്നു. വൈബിയ നിനക്കുള്ള അദൃശ്യമായ മറിഞ്ഞ നിനക്ക് എല്ലാ സഹാഭ്യർത്ഥനകളും ആരോടായിരിക്കണം? അള്ളാഹുവിനാടി അയക്കണം. അതെന്താവുന്നു? അത് ആരാധനയാവുന്നു. ദുആഉൽ ഇബാദ, അത് ദുആയാവുന്നു, ദുആ ആരാധനയാവുന്നു. ആരാധന അള്ളാഹു ആവുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തൗഹീദാണ്. മനസ്സിലായ? ആ തൗഹീദിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അത് എനിക്കും എൻ്റെ അടിയാനും മുന്നിൽ കാര്യമാകുന്നു എന്ന് അള്ളാഹു പറയും. നമ്മള് നമസ്കാരത്തിൽ അള്ളാഹു ഓർത്തുകൊണ്ട് നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു എന്താ പറയാ? എനിക്കും എൻ്റെ അടിയാനുള്ള കാര്യമാകുന്നു. അത് ഉൾച്ചെവികൊണ്ട് കേൾക്കണം. അപ്പൊ എല്ലാ വൈബിയ നമുക്ക് സഹായത്തിനും അള്ളാഹുവിനോടെ നാം ചെയ്യുള്ളൂ എന്നൊരു പ്രഖ്യാപനമാണ്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ആരാധിക്കുകയും ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മനസ്സിലായ? ഏത് സഹായഭ്യർത്ഥന? സഹായഭ്യർത്ഥന രണ്ടു തരണ്ട്. ഇന്ന് പരസ്പരം സ്ത്രീകൾ പരസ്പരം സഹായഭ്യർത്ഥന, അത് നമുക്ക് പുണ്യകരമായ കാര്യങ്ങളിൽ അനുവദനീയമായി തന്നു. ആര്? സഹായഭ്യർത്ഥന്മാർക്ക് പരസ്പരം ചോദിച്ചും പറഞ്ഞും ഒക്കെ ചെയ്യാം. പരസ്പരം ക്ഷമ കേൾപ്പിച്ചും കണ്ടുകൊണ്ടും ഒക്കെ കാരണത്തിന് അടിസ്ഥാന സഹായഭ്യർത്ഥന അത് നമുക്ക് അനുവദനീയമാണ്. പുണ്യകരമായ കുറ്റകരമായ കാര്യത്തിലോ അത് അനുവദനീയമല്ല. മനസ്സിലാണ്ട? അപ്പോൾ ഇവിടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത് നമ്മൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് സഹായഭ്യർത്ഥന? വൈബിയാണ്, മറന്നു നേരത്തെ സഹായഭ്യർത്ഥന. മനസ്സിലായില്ലേ? അത് അള്ളാഹുവിനോട് മാത്രം. അതിൻ്റെ ഒന്നും ആരാധനയാവുന്നു. പരിങ്ങളെ രക്ഷിക്കണേ, മുരീശിക്കേ കാക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചാൽ വരുന്നു. അത് വൈബിയാണ്. അള്ളാഹുവിനോടൊക്കായി സൃഷ്ടികൾക്കായി ശിർക്ക് വരും. മനസ്സിലാണ്ട? എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപം തേടാൻ പാടില്ല. അത് വൈബിയ സഹായഭ്യർത്ഥനയാണ്. എന്നാൽ ജീവിതകാലത്ത് നമ്മൾ പരസ്പരം എന്തെങ്കിലും തെറ്റുകുറ്റം ചെയ്താലോ നമുക്ക് പൂർത്തീകരണം ചോദിക്കുക, പറയാ. അത് വൈബിയ നിലകളല്ല, പരസ്പര സഹായഭ്യർത്ഥനയിൽപ്പെട്ടതാണ്. എന്നാൽ സഹായഭ്യർത്ഥനകളൊക്കെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ജീവിതകാലത്ത് കാര്യകാരണം അടിസ്ഥാനത്തിൽ മനസ്സിലാണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പാരായണം ചെയ്യുന്നു? അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് മറ്റുള്ളവരൊക്കെ സഹായം ചോദിക്കണ്ടേ എന്ന് ചിന്തിച്ചു പോകും. അതെന്താണെന്ന് ആരാധനപ്പെട്ട സഹായഭ്യർത്ഥന. സഹായഭ്യർത്ഥന എത്ര തരണ്ട്? രണ്ട് തരണ്ട്. സഹായഭ്യർത്ഥന എത്ര സഹായഭ്യർത്ഥന? രണ്ട് തരണ്ട്. ഒന്ന് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും സൃഷ്ടികൾ പരസ്പരം സഹായിക്കും. ഇത് പഠിക്കണം. ഇത് പഠിച്ച് മനസ്സിലാക്കണം. ഒന്ന് സൃഷ്ടികൾ പരസ്പരമായ സഹായഭ്യർത്ഥന, അത് നമുക്ക് പുണ്യകരമായ മനുഷ്യങ്ങൾ അനുവദനീയമാണ്. അത് ആരാധനപ്പെട്ടതല്ല. ആരാധനപ്പെട്ടതാ വൈബിയ നിനക്ക് അദൃശ്യമായ നിനക്ക് സഹായഭ്യർത്ഥന, അത് ആരാധനപ്പെട്ടതാവും. മനസ്സിലാണ്ട? അത് ആരാധനയാവും. ഇസ്രായേൽ പറയുകയുണ്ടായി.
അത് ആരോടായിരിക്കും ചെയ്യും പാടുള്ളൂ? ആരുടെ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. മനസ്സിലാണ്ട? അതാണ് ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ആരാധിക്കുകയും ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ സഹായഭ്യർത്ഥന ആരാധനപ്പെട്ട സഹായഭ്യർത്ഥനയാണ്. മനസ്സിലാണ്ട? അള്ളാഹിനോട്, അത് അള്ളാഹിനോട് മാത്രം. അതാണ് തൗഹീദ്. ആരാധന മുഴുവൻ അള്ളാഹുവിനെ അർപ്പിക്കുക, തൗഹീദ്. ആരാധനപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഇതിനടുത്ത് ശിർക്ക് വരും. ശിർക്കോട് മനപ്പെട്ടാൽ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല, കാലാന്തരം നരകത്തിലായിരിക്കും. തൗഹീദോട് മരിക്കണം. അതെന്താ തൗഹീദ്? ആരാധന മുഴുവനും അള്ളാഹുവിനെ അർപ്പിക്കുക. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധകരൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അള്ളാഹുവിന് എല്ലാ ആരാധന, നേർച്ചകൾ, വഴിപാടുകൾ, സഹായഭ്യർത്ഥനകൾ, പാപമോന്തേട്ടങ്ങൾ, വൈബേദങ്ങളൊക്കെ അള്ളാഹുവിനെ അർപ്പിക്കുക. അതാണ് നിസ്കാരവും ഹജ്ജ്, ഇതൊക്കെ എന്താവുന്നു? ആരാധനകളാവുന്നു. എന്തിനാണ് ചെയ്യുന്നത്? നരകത്തിന് രക്ഷപ്പെടാൻ, സ്വർഗം പ്രവേശിക്കാൻ. മരണാനന്തരം നമുക്കെന്തുണ്ട്? അവിടെ പരലോകമുണ്ട്, അവിടെ ജീവിതമുണ്ട്. മരിച്ചതിന് ശേഷം നമ്മളെല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടപ്പെടും. അവിടെ നമുക്ക് എന്ത് വേണം? സ്വർഗം വേണം, നരകത്തിന് രക്ഷ കിട്ടണം. മനസ്സിലാണ്ട? അപ്പൊ അതുകൊണ്ട് അവിടെ നരകത്തിന് രക്ഷ കിട്ടണമെങ്കിൽ എന്ത് വേണം? ആരാധന മുഴുവൻ അള്ളാഹുവിനെ അർപ്പിക്കണം. അതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിനോട് കൽപ്പിച്ചാൽ ഇതുവരും ശിർക്ക് വരും. തന്നെയുമല്ല, വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടില്ല. സമസ്തക്കാരില്ല, അതെന്ത് പറയുക? ഇസ്തിഹാസയാണ്, തവസ്സുലാണ്. ഏഴാമന്മാർ മുഖേന ചോദിക്കണം, പറയണം എന്നൊക്കെ പറയും. പക്ഷേ ഇസ്ലാമിൽ എന്തല്ല തെളിവില്ല. എന്താവുന്നു? ഇത്തരം പ്രാർത്ഥനകൾ, ഐബിഎന്നൊക്കെ സാഹിബന്ധങ്ങൾ, കാര്യങ്ങൾ രക്ഷിക്കണേ, വിരിശിക്കെ കാക്കണേ എന്നിങ്ങനെ ഉള്ള പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ബിദ്അത്താണ്. മുസ്ലിം പഠിപ്പിക്കാത്ത കാര്യവും ബിദ്അത്തായി. ഷർഉൽ ഉമൂർ, അത് കാര്യങ്ങൾ ഷർആയ കാര്യമാണ്, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാണ്. ബിദ്അത്താണ്. മാത്രമല്ല ശിർക്കിലെത്തിപ്പെടുന്ന ബിദ്അത്താണ്. ബിദ്അത്തുകൾ രണ്ട് തരമുണ്ട്. ശിർക്കിലെത്തിപ്പെടുന്ന ബിദ്അത്തുണ്ട്, എത്തിപ്പെടാത്ത ബിദ്അത്തുകളുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുകയിലേ നമുക്ക് സ്വർഗ്ഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായ? പഠിക്കാത്ത കാര്യത്തിലൂടെ നമ്മൾ പോയാൽ അത് ബിദ്അത്താണ്. അത് അള്ളാഹു നമ്മളെ അമലും സ്വീകരിക്കൂല. മാത്രമല്ല ശിർക്ക് എത്തിപ്പെട്ടാൽ ഒരിക്കലും നമ്മളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധ്യവുമല്ല. അത്രയും ഭയങ്കരമായ ഒരു മഹാവിപത്താവുന്നു എന്തേ? ശിർക്ക്. മനസ്സിലായ? അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രാർത്ഥനകളിലും ഖുതുബകളിലും പറയുമായിരുന്നത് ഷർഉൽ ഉമൂർ മുഹ്ദാത്തുഹ, മതകാര്യങ്ങൾ വെച്ച് ഷർആയ കാര്യം മുഹ്ദാത്ത് എന്ന് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാവുന്നു. പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയാൽ എന്ത് ചെയ്യുന്നു? ആ പുതിയ നിർമ്മിച്ച കാര്യങ്ങൾ ശിർക്കിൽ എത്തിപ്പെടും. മനസ്സിലാണ്ട? പുതിയ നിർമ്മിച്ചുണ്ടാക്കിയാൽ ഇത് ബിദ്അത്താണ്, ദലാലത്ത് വായിച്ച മാർഗമാണ്. അതോടുകൂടി ചില ബിദ്അത്തുകളിലൂടെ ശിർക്ക് എത്തിപ്പെടുകയും ചെയ്യും. ഈ മരിച്ചുപോയ മഹാത്മാക്കളുടെ സഹായഭ്യർത്ഥന, വഫാത്തായ പ്രവാചകരുടെ പാപമോചനം, അതേപോലെ തന്നെ നേർച്ചകൾ എത്തിക്കുക അള്ളാഹ് അല്ലാത്തവർക്ക്. ഇതൊക്കെ എന്താവുന്നു? ബിദ്അത്തുമാണ്, ശിർക്കുമാകുന്നു. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്തൊരു കാര്യം പ്രവർത്തിക്കുക. നിസ്കാരം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഇമാമ് തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യുക. അല്ലാഹു ഞങ്ങളുടെ പാപങ്ങളെ പുറത്തരണേ, അള്ളാഹിനോടാണ്. പക്ഷെ മാമിങ്ങൾക്ക് ആമീൻ പറയുക. അപ്പോൾ അത് ബിദ്അത്ത് തന്നെയാണ്. പക്ഷെ എന്തായാലും ശിർക്ക് എത്തിപ്പെടാത്ത ബിദ്അത്താണ്. അള്ളാഹിനോടാണ്. മനസ്സിലാണ്ട? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് അത് എന്താവും? സുന്നത്ത്. മനസ്സിലാണ്ട? പഠിപ്പിച്ചു തരാത്ത കാര്യമില്ല ബിദ്അത്ത്. മനസ്സിലാണ്ട പറയേണ്ടത്? നബി സ്വല്ലല്ലാഹു അള്ളാഹിനോട് ദുആ ചെയ്യുന്നത് പുതിയ കാര്യം തന്നെയാണ്. പക്ഷെ നമസ്കരിച്ചതിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? അത് പഠിപ്പിച്ചെന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാണ്ട? ചിന്തിക്കണ്ട. പറഞ്ഞ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് മറുപടി വരണം. എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത് എനിക്ക് ഒറ്റ പറഞ്ഞ് മനസ്സിലാക്കി തരണം. മനസ്സിലാണ്ട? ഞാൻ ചോദിക്കും. അപ്പോൾ മറ്റൊരു കുട്ടികൾക്കായിരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ബിദ്അത്ത് രണ്ട് തരമുണ്ട്. അതായത് ഒന്ന് ശിർക്കിൽ എത്തിപ്പെടുന്നത്, പിന്നെ ശിർക്കിൽ എത്തിപ്പെടാത്തത്. അത് ഏതാണ് എന്ന് ചോദിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരപ്പെടാത്ത എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നു, ബിദ്അത്താവുന്നു. അത് രണ്ട് തരമുണ്ട്. മനസ്സിലാണ്ട? ഒന്ന് ശിർക്കിൽ എത്തിപ്പെടുന്നത്, മറ്റൊന്ന് ശിർക്കിൽ എത്തിപ്പെടുകയില്ല.
ആ കാര്യമാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഞാൻ സിക്കിൽ എത്തിപ്പെടാത്തത് സ്കീൽ ചെയ്തതിന് ശേഷം ദ്വാ ചെയ്യുക അള്ളാഹിനോട്, അള്ളാഹു ഏത് പാപം കിട്ടേണ്ടേ എന്ന് ഇമാം ദ്വാ ചെയ്യുക. മൊമീങ്ങളെ ആമീൻ പറയാ, മോമീങ്ങളെ ആമീൻ പറയാ. എന്താണ് ശിഖിരത്തിൽ എത്തിപ്പെടാത്ത വിദേഹത്തെ ഉത്തരം പറയും. അറിയടോ, ശിഖിൽ എത്തിപ്പെടുന്ന വിദേഹത്തേത്, ശിഖിൽ എത്തിപ്പെടാത്ത വിദേഹത്തേത് പറികുട്ടികള് രണ്ടു ഉദാഹരണം പറയും. ശിഖിൽ എത്തിപ്പെടുന്ന വിദേഹത്തേത്, ശിഖിൽ എത്തിപ്പെടാത്ത വിദേഹത്തേത് പറയും. ശിഖിരത്തിപ്പെടുന്ന ഏതാ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ, ശ്രദ്ധിക്കണം. അതായത് നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇമാമിന് എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുവേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇഹലോകത്തിൽ ഞങ്ങൾക്ക് രക്ഷ നൽകണമേ, നല്ല കാര്യങ്ങളൊക്കെ നൽകണമേ, പരലോകത്തും നല്ല കാര്യങ്ങൾ ചെയ്യണമേ എന്ന് പറയും. അപ്പോൾ മോമിങ്ങളും കൂടെ ആമീൻ പറയാം. അതെന്താവുന്നു? അതെന്ത് ശരി ബിദഅത്താവുന്നു. നബിസ്വല്ലല്ലാഹു പഠിപ്പിക്കുന്നില്ല. മദീന ജീവിതത്തിൽ അവിടെ പള്ളി ഉണ്ടാക്കി നബിസ്വല്ലല്ലാഹു വഫാത്താവുന്ന വരെ എന്ത് ചെയ്തു? ഇമാമായി നിസ്കരിച്ചു. ഒറ്റ പ്രാവശ്യം എന്ത് ചെയ്തില്ല? സഹാബിമാരോട് ആമീൻ പറയിപ്പിച്ചില്ല. നബിസ്വല്ലല്ലാഹു തിരിഞ്ഞിരിക്കുകയും ദ്വാ ചെയ്യുകയും അതൊന്നും ദ്വാ ചെയ്യും ആമീൻ പറയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായില്ല. നമ്മളെന്ത് ചെയ്യുന്നു? നമ്മുടെ പള്ളിയിൽ, ചില പള്ളികളിലൊക്കെ സമസ്തക്കാരുടെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കും, ആമീൻ പറയും ചെയ്യും. കൂട്ടാമീൻ കൂട്ടാമീൻ പറയാം. ആമീൻ ആമീൻ എന്താണ് ഈ പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെ ആമീൻ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. ആ ഇതാ എന്താവുന്നു? അത് അള്ളാഹുവിൽ തന്നെ ആയാലും ശരി, എന്താണ് അത് വിദാത്താണ്, വലാത്താണ്, വൈദ്യമാണ്. സർവ്വം സുന്നത്തുമായ അമലും അള്ളാഹു സ്വീകരിക്കൂല. അതാണ് ഇതിന്റെ ഗൗരവം. മനസ്സിലാണ്ടാ? ശിർക്കിൽ എത്തിപ്പെടുന്ന വിധത്തിൽ ഇഷ്ടപ്പെടാത്ത. ഇനി ശിർക്കിൽ എത്തിപ്പെടുന്ന വിധത്തിൽ ഏതാ? നബീനോട് പാപം വാങ്ങിയിടുക, മരിച്ചവരോട് നേർച്ചകൾ അർപ്പിക്കുക, മരിച്ചവരോട് സഹായം ചോദിക്കുക, വരിയും രക്ഷിക്കണേ, മരിച്ചേക്കാക്കണേ. അതെന്താവുന്നു? അത് ശരിക്കും എത്തിപ്പെടുന്ന വിധാണ്. വിശ്വസം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ. എന്താ വിദ്യാർത്ഥി എന്നാൽ വിശ്വാസത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ നല്ലത് നിങ്ങൾക്ക് ചെയ്യാം. അതാണ് വിദ്യാർത്ഥി പഠിപ്പിച്ചു തരാത്ത. സ്വർഗത്തിൽ കിടക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വിശ്വാസമാ പഠിപ്പിച്ചിട്ടുണ്ട്. പറയുകയുണ്ടായി, അള്ളാഹുവിൽ പഠിപ്പിക്കാൻ ആവശ്യമായ ഒരു കാര്യം ഞാൻ പഠിപ്പിക്കാൻ വിട്ടുകളഞ്ഞില്ല. അത് കാര്യം അതായത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാണ്. അതിൽ പെടാത്ത കാര്യങ്ങൾ പുതുതായി നിർമ്മിച്ചുണ്ടാക്കുക. അതാണ് മരിച്ചുപോയ മഹാന്മാരോടുള്ള സഹായങ്ങളെ. മനസ്സിലായ? നേർച്ചകളൊക്കെ തന്നെ അള്ളാഹുവിനെ അർപ്പിക്കാനാണ് നബ്സുവായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നേർച്ച ഏരിയാണെങ്കിൽ എന്തായിരിക്കണം? എൻ്റെ പേര് നേർച്ചയാണ്. ഇന്നത്തെ ആ എമ്മന് ഫർളാക്കി മാറ്റിയ എന്ന് പറഞ്ഞ നേർച്ച എന്ന് പറഞ്ഞത് അതായിരിക്കണം. അത് അള്ളാഹുവിനായിരിക്കണം. അത് ഇബാദത്താണ്. പ്രാർത്ഥനകൾ ഇബാദത്താണ്. മനസ്സിലാണ്ട? ശരിക്കും മനസ്സിലാക്കണം. അതൊക്കെ അള്ളാഹുവിന് അർപ്പിക്കുക. ഇതാണ് തൗഹീദ്. അതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിനോട് അർപ്പിച്ചാൽ ശരിക്കും വരും. മനസ്സിലാണ്ട? ശരിക്കും മനസ്സിലാക്കണം. നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചത് കാര്യങ്ങൾ, നബിചര്യകൾ, അതാണ് സുന്നത്ത്. സുന്നത്ത് ബിദ്അത്ത് എന്ന് വെച്ചാൽ നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചത് സ്വർഗ്ഗത്തിൽ കിടക്കാനുള്ള എല്ലാ കാര്യവും നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചു തന്നു. അത് പ്രകാരം പ്രവർത്തിക്കുക. അതാണ് സുന്നത്ത്. അത് നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നമ്മളമായ ഇഷ്ടം ചെയ്യുക, പഠിപ്പിക്കാത്ത, അത് മൂന്ന് മാതൃക ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നബിസ്വല്ലല്ലാഹു മാതൃക ഉണ്ടായിരിക്കണം. അതാണ് സുന്നത്ത്. മാതൃക ഇല്ലാത്ത കാര്യങ്ങൾ സാഹിബിനെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ സാഹിബത്തിന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. അതാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ മാർഗം. അതാണ് സുന്നത്ത്. മനസ്സിലാണ്ട? സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചത് ആ മാതൃക കാണിച്ചു തരാനാണ് നബിസ്വല്ലല്ലാഹു കൊണ്ട് നിയോഗിച്ചിട്ടുള്ളത്. അത് പ്രകാരം നമ്മുടെ ജീവിതം പാർട്ടിമാക്കുക. മനസ്സിലാണ്ട? പറയുന്ന കാര്യങ്ങള് ആ കാര്യങ്ങൾ അതാണ് സുന്നത്ത്. നബിചര്യകൾ, സുന്നത്ത് നബിചര്യകൾ, അതിൽ പെടാത്ത കാര്യങ്ങൾ മനസ്സിലാണ്ടേ? ഒരുപാട് കാര്യങ്ങൾ. മരിച്ച ഇടത്ത് ഖുർആൻ പാരായണം നടത്തുക, മയ്യിത്ത് കൊണ്ടുപോയി ദിക്ർ ചൊല്ലുക,
മനസ്സിലാണ്ട അവരുടെ മീതെ ഇങ്ങനെ ഖുർആൻ പാരായണം നടത്തുക, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ജന്മദിനം കൊണ്ടാടുക, ഇതൊന്നും വിശ്വാസം പഠിപ്പിച്ചില്ല നമുക്ക്. അതൊക്കെ വിദഗ്ധമാവുന്നു, ലൊലാലത്തെ വഴിച്ച് മാർഗമാകുന്നു. മനസ്സിലാണ്ട അവൻ അമൽ ചെയ്താൽ അപകടം എന്താണ്? സാഹിബിൽ വിദാറ്റിൽ നിന്നും ഫർദ് സുന്നത്തുമായ അമലും അള്ളാഹു സ്വീകരിക്കൂല. അത് ഗൗരവങ്ങൾ മനസ്സിലായില്ലേ? മാത്രമല്ല ചില വിദ്യാർത്ഥികൾ ശരിക്കും എത്തിപ്പെടുകയും ചെയ്യും. അത് ഞാൻ പറഞ്ഞു തന്നല്ലോ എന്താണ് എത്തിപ്പെടുന്നതെന്ന്. അതോടുകൂടി നമ്മൾ അമലുകളൊക്കെ ഇത്ര ബാധ്യമാക്കാണ് കഴിഞ്ഞു പോയത്. കലാകാലം നരകവുമായിരിക്കും. അള്ളാഹു തആല എന്ത് ചെയ്യില്ല, ശിർക്കോട് മരണപ്പെട്ടാലും പുറത്തു കൊടുക്കൂല. അല്ലാത്ത പാപങ്ങൾ ചെയ്ത് മരിച്ചു എന്ന് എഴുതുക, ഒന്നുകിൽ അള്ളാഹ് പുറത്തു കൊടുക്കാൻ ആൾ ശിക്ഷ അവസാനമെങ്കിലും തൗഹീദ് കൊണ്ട് മരിച്ച ആൾക്ക് സ്വർഗ്ഗം രക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് ഗൗരവത്തോടു കൂടി നമ്മൾ ഇക്കാര്യം മനസ്സിലാക്കേണ്ടത്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഫാത്തിഹ മുഴുവൻ നമ്മൾ ഓതിയിട്ടില്ല, ഇനിയും ഓതേണ്ടതുണ്ട്. സിറാത്തുൽ ലദീന ഏത് വ്യക്തിയും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ അവിടെ വെച്ചാണ് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് വിശദീകരണമായി കുറേ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ബാക്കിയുള്ളത്. അത് നമ്മൾ വിഷയം കൂടാതെ അവസാനം വരെ പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ ക്ലാസ് കേട്ടോ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ അവിടെ വെച്ചാണ് നമ്മൾ വിശദീകരണത്തിൽ വന്നത് കൂടുതൽ. അപ്പോൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അള്ളാഹു എന്താ പറയുക, നിനക്കും എൻ്റെ അടിയാനും ഇടയിലെ കാര്യമാകുന്നു. പിന്നീട് നമ്മൾ എന്താ പറയുന്നത്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. എന്താ പറയാൻ ചെയ്യേണ്ടത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. എന്താണ്? ചൊവ്വായ പാത ഞങ്ങളെ വഴി ചേർക്കണമേ. അപ്പം അള്ളാഹു എന്താ പറയാ, അത് ചോദിക്കുന്നത് അത് ലഭിക്കുന്നതാണ്. എന്താണ് ചോദിക്കുന്നത്? അത് ലഭിക്കുന്നതാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചൊരു പാതയാണ്, നബി സാഹിബ് ജയിച്ചു മാർഗം. അപ്പൊ എന്താ പറയാ, അള്ളാഹു തആല എന്താ പറയാ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, എന്നിട്ട് ചോദിക്കുന്നത് അവൻ ലഭിക്കുന്നതാണ്. കൊണ്ടുകൊണ്ടൊരു പാതയല്ല, അതേതാ? ജൂത ക്രിസ്ത്യാനികളുടെ പാത. അതിൽ ദീനില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി, ഉള്ള കാര്യം വിട്ടിട്ട് കിട്ടി. മനസ്സിലാണ്ട? ശരിക്കും വിദ്യാർത്ഥികളൊക്കെ ചെയ്തു കൂട്ടി. അക്കാലത്താണ് അള്ളാഹു കോപ്പിച്ചവരോട്. അവരുടെ പാതയല്ല. വൈദ്യുതിയുടെ പാതയുമില്ല. അതേതാ പാത? അവർ പഠിച്ചുമില്ല, പ്രവർത്തിച്ചുമില്ല. മനസ്സിലാണ്ട? പഠിച്ചുമില്ല, പ്രവർത്തിച്ചുമില്ല. പഠിക്കും വേണം, പ്രവർത്തിക്കും വേണം. എന്താ പഠിക്കേണ്ടത്? ഖുർആൻ ഹദീസ് പഠിക്കണം. മനസ്സിലാണ്ട? പ്രവർത്തിക്കേണ്ടതോ ശരീരങ്ങളനുസരിച്ച് പ്രവർത്തിച്ചോളണം. മനസ്സിലാണ്ട? പഠിക്കണം, പ്രവർത്തിക്കണം. എന്താ പഠിക്കേണ്ടത്? ഖുർആനും തഫ്സീറായ ഹദീസുകളും. എങ്ങനെയാണ് വിശ്വാസം പഠിപ്പിച്ചതെന്ന് അപ്രകാരം പഠിക്കുക. മനസ്സിലാണ്ട? പഠിക്കണല്ല ഖുർആന്. പിന്നെന്താ പഠിക്കണം? ഹദീസ്, തഫ്സീർ. ഖുർആൻ തഫ്സീർ അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്, അതായിരിക്കും അതിന്റെ തഫ്സീർ. അല്ലാത്ത തഫ്സീറുകൾ പലരും എഴുതിയിട്ടുണ്ട്. അതിലൂടെയാണ് മനുഷ്യന്മാർ വഴിച്ചു പോകുന്നത്. മനസ്സിലാണ്ട? വാപ്പമാരുടെ മാർഗം അതൊക്കെ വഴിച്ചു പോകുന്ന മാർഗമാണ്. അത് നമുക്ക് നീക്കൂടാ, സ്വീകരിച്ചുകൂടാ. മനസ്സിലാണ്ട? അത് തെറ്റും ശരിയും വരും. പൂർവികന്മാരുടെ മാർഗം, പണ്ഡിത പൂർവികന്മാരുടെ മാർഗം, അത് തെറ്റും ശരിയും വരുമാരെ. ശരിയായത്, തെറ്റ് വരാത്തത് ജനക്ക് മാതൃകയായി അല്ലാഹു തആല നിയമിച്ചാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. മനസ്സിലായില്ല? അതിനാണ് എന്ത് ചെയ്യുന്നത്? പഠിക്കേണ്ടത്. അതാണ്. പഠിക്കാതെ പോയാൽ എന്ത് ചെയ്യുന്നു? ഖുർആൻ പഠിക്കാതെ പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മൾ പഠിക്കാതെ പോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ശരിയായ മാർഗം, മാതൃക കിട്ടൂല. അപ്പൊ പൂർവികന്മാരുടെ മാതൃകത്തിൽ എത്തിപ്പോയി വഴിച്ചു പോകും, പിശാചിന്റെ കീഴിൽപ്പെട്ടു പോകും. അതുകൊണ്ട് എന്തിനാ പഠിക്കേണ്ടത്? നിർബന്ധമാക്കിയത് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം നമസ്കാരം പോലും നിർബന്ധമാക്കാതെ സാഹിബന്മാർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത് ശുദ്ധീകരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവർ സന്മാർഗത്തിൽ കൊണ്ടുപോകാൻ, അന്ധവിശ്വാസം അനാചാരങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുവാൻ വേണ്ടി. അപ്പൊ നമുക്കും ശുദ്ധീകരണം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഖുർആനും ഹദീസും നമ്മൾ പഠിക്കണം. എന്നിട്ടോ പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കണം. എന്നിട്ടോ കർമ്മങ്ങൾ ചെയ്യാൻ ചര്യകൾ പരിശോധിക്കണം.
അതനുസരിച്ച് കർമ്മങ്ങൾ നന്നാക്കണം. മനസ്സിലാണ്ട? അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ മാർഗം എന്താണെന്ന് മനസ്സിലായി യഥാർത്ഥ മാർഗത്തിലൂടെ ജീവിച്ച് സ്വർഗാരക്ഷമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാതെ പോയാൽ, പഠിക്കാതെ പോയാൽ നമുക്ക് സാധിക്കൂല. മനസ്സിലാണ്ട? തെറ്റുവിറ്റുകളിൽ അകപ്പെട്ടു പോകും. പൂർവികന്മാരെ പിൻപറ്റിയാൽ നമ്മൾ വഴിവെച്ചു പോകും. അപ്പൊ നമുക്ക് എന്ത് വരില്ല? സ്വർഗം നഷ്ടപ്പെട്ടു പോകും. സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? നബി സാഹിബിന്റെ മാർഗം. മനസ്സിലാണ്ട? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കുവാൻ നമുക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അറബികൾക്ക് അർത്ഥത്തോട് വായിച്ചു പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നില്ല. അത് അറബിയിലാണ് പരിശുദ്ധ ഖുർആൻ. മനസ്സിലായ? അവർക്ക് ഓതിയാൽ മനസ്സിലാവും. നമുക്കെന്ത് വേണം? അക്ഷരം നോക്കി വായിച്ചു പഠിക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ ഹദീസ് കൂടി ഓർക്കുക. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി പറയുന്നത്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ അല്ലമഹു കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുന്നവരാണ് മുത്തമന്മാർ. പഠിക്കും വേണം, പഠിപ്പിക്കും വേണം മറ്റുള്ളവർക്ക്. മനസ്സിലാണ്ട? ഹദീസ് ഓർക്കുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ അല്ലമഹു. അതെങ്ങനെ വേണം? പഠിപ്പിക്കും വേണം. പിന്നെ മറ്റൊരു ഹദീസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം എത്തകന്ന കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിലോ ലൈസ മിന്നാ മൻ ലം യതഗന്ന ബിൽ ഖുർആനി. അങ്ങനെ ഹദീസ് വന്നു സഹീഹ് ബുഖാരി റിപ്പോർട്ട്. ലൈസ മിന്നാ മൻ ലം യതഗന്ന ബിൽ ഖുർആൻ. ഖുർആൻ നീട്ടി മനസ്സിൽ ഓതാത്തവൻ അവനിൽ പെട്ടവരല്ല. വറത്തിൽ ഖുർആൻ കേട്ടില്ല. ഖുർആന് എങ്ങനെ ഓതേണ്ടത്? അവധാനപൂർവം, സാവകാശത്തില്, അക്ഷരശുദ്ധിയോടുകൂടി. മനസ്സിലായ? ഓതണം. ഖുർആൻ എങ്ങനെ ഓതേണ്ടത്? അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സാവകാശത്തില് ഓതണം. തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പഠിക്കണം. തലബൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം മുസ്ലിമ. എല്ലാ ആണുപെണ്ണുങ്ങളുടെ പേരിലും എന്താണ്? ഇൽമ് പഠിക്കുക എന്നുള്ളത്. ഖുർആൻ പഠിക്കാൻ നിർബന്ധമാവുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പഠിക്കുക, മനസ്സിലാക്കുക. ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വഴിവെച്ചു പോകും. അതുകൊണ്ടാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചുള്ള പാതയിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപ്പികളുടെ പാതയിലല്ല, വദ്ദാലീൻ, വഴിച്ചുകളുടെ പാതയിലുമല്ല. വഴിച്ചവരെ പഠിച്ചവരെ പ്രവർത്തിച്ചുമില്ല. കോപ്പിക്കൊട്ടരെ ഇതിലില്ലാത്തവരെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്തു. മനസ്സിലായ? സമസ്തക്കാർ പ്രമേയം എഴുതിണ്ടാക്കി. സമസ്തക്കാര് ഇതിലില്ലാത്ത കുറെ പ്രമേയങ്ങൾ എഴുതിണ്ടാക്കി. മനസ്സിലായ? അപ്പൊ അത് എന്ത് ചെയ്യല്ല? എന്തുകൊണ്ട് പിശാച് എന്ത് ചെയ്തു? അവർ വഴി തെറ്റിച്ചു. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രമേയം എഴുതി ഉണ്ടാക്കേണ്ടി വന്നത്. അള്ളാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ച പ്രമേയം അതാണ് പരിശുദ്ധ ഖുർആനും തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും. അത് പോരാത്തുകൊണ്ടാണ് സമസ്തക്കാരെ പ്രമേയം എഴുതി ഉണ്ടാക്കിയത്. മനസ്സിലാണ്ട? ഗൗരവപ്പെട്ട കാര്യമാണ്. എന്താ പ്രമേയത്തിൽ പറയുന്നത്? കേരളത്തിലെ മുസ്ലിംകളിൽ അനേകം കൊല്ലമായിട്ട് നിരാക്ഷേപം നടന്നു വരുന്നതും ഇപ്പോൾ നടത്തി വരുന്നതുമായ താഴെ വിരിക്കുന്ന കാര്യങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ അനക്ഷരങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തപ്പെട്ടയാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ല എന്നും അവർ ഇമാമത്തിനും ഖാസിസ്ഥാനത്തിനും കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നു. വേണ്ട, യോഗത്തിലാണ് തീരുമാനിച്ചത്. തീരുമാനിച്ചവര് യോഗം കൂടി ക്രിസ്ത്യാനികളാ യോഗം കൂടി തീരുമാനിച്ചിരുന്നത്. മനസ്സിലാണ്ട? അപ്പൊ യോഗത്തെ തീരുമാനിച്ചതല്ല ദീന്റെ കാര്യങ്ങള്. ദീന്റെ കാര്യങ്ങൾ എന്താണ്? അള്ളാഹ് തീരുമാനിച്ചു തന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കി തന്നത്. അതാണ് ദീനി കാര്യങ്ങള്. മനസ്സിലാണ്ട? ഒരു ഗൗരവങ്ങൾ മനസ്സിലായ? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് എന്ത് ചെയ്തു? വിശ്വാസപരമായ കാര്യങ്ങള്, കർമ്മപരമായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? സൂചിപ്പിച്ചു. അത് പ്രകാരം എങ്ങനെയാണ് ഇത് കർമ്മം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. ആ നബി സാഹിബ് നിയോഗിച്ച മാർഗം മനസ്സിലാണ്ട? അതാണ് നമ്മുടെ പ്രമേയം. എന്താണ്? സെൽഫി മിൻഹജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ പഠിപ്പിച്ചു കൊടുത്തത്.
നബി സാഹിബ് ഏകദേശ മാർഗം മനസ്സിലാണ്ട സെൽഫി മൻഹജ് നബി സാഹിബ് ഏകദേശ മാർഗം നമ്മളെ പ്രമേയം കഴിഞ്ഞു. അതിന് ഖുർആനും ഹദീസും നമുക്ക് തെളിവുകൾ. നമ്മൾ യോഗ കൂടി പാസ്സാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മറ്റു മഹാന്മാരോട് സഹായം ചെയ്യിക്കാൻ ആ യോഗത്തിൽ എന്ത് താഴെ പറയുന്ന കാര്യങ്ങൾ അള്ളി വല്ല റസൂൽ പഠിപ്പിച്ച ധാരാളം അനാചാരങ്ങൾ 31 അനാചാരങ്ങൾ എഴുതിണ്ടാക്കിയിരിക്കുന്നു. നാട്ടിൽ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്ത് ചെയ്തു? മതാനുഷ്ഠാനങ്ങൾ അവർ പാസ്സാക്കി എടുക്കുകയാണ് അവരുണ്ടായത്. അവർ ചെയ്തുകൊണ്ട് ഇനി അത് ഗ്രഹിക്കാനായിട്ട് ഖുർആനും ഹദീസും എന്ത് ചെയ്യുന്നു? ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് എന്ത് പഠിക്കാതെ പോയുള്ള അപകടം. അതാണ് കൊട്ടുകൊട്ടൊരു പാതയിലല്ല, വലല്ലാലീൻ വഴിച്ചൊരു പാതയുമല്ല. ഈ രണ്ട് ഓരോ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആവർത്തിച്ച് നമ്മൾ അള്ളാഹുവിനോട് പറയണം, സ്വാത്ത് മുസ്തഖീം ചൊവ്വായ പാലിൽ ഞങ്ങൾ നയിക്കണമേ, സ്വാത്തുല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ, വലല്ലാലീൻ വഴിച്ചൊരു പാതയുമല്ല. ഇക്കാര്യം ഓർക്കുക നമ്മൾ. ഏതാണ് ചൊവ്വായ പാത? നബി സാഹിബിന്റെ നയിച്ച മാർഗം. അതാണ് നമ്മളെ പ്രമേയം. ഏതാണ് സമസ്തക്കാരുടെ പ്രമേയം? കോപ്പിയുടെ പാത, നബി സാഹിബിന് പഠിപ്പിക്കാത്ത പാത. അത് നബി സാഹിബ് പഠിപ്പിക്കാത്ത വിദ്യാർത്ഥികള് ജനങ്ങൾ കൊണ്ട് കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം വർഷം ചെയ്തു വന്നത്. അതെങ്ങനെ നമുക്ക് ദീനിലെ മതാനുഷ്ഠാനങ്ങളാകുക? മക്കത്തെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മദീനത്തെ മുസ്ലിങ്ങൾ നബി സാഹിബ് ജീവിച്ച മാർഗം ഇന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കുമായിരുന്നു. കേരളത്തിൽ മുസ്ലിങ്ങൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് മദീനത്തും ദീന പ്രവാഹം ചെയ്യുമ്പോൾ കേരളത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടാവും ഇല്ലല്ലോ. പിന്നീട് വന്നാലും ഇവിടെ ഉണ്ടായത്. പിന്നെ കുറേ അനാചാരങ്ങൾ എന്ത് ചെയ്തു? അവർ കൂട്ടിക്കലർത്തി. ക്രിസ്ത്യാനികളെ പോലെ, അതേപോലെ ജൂതന്മാരെ പോലെ. അപ്പൊ കോപ്പിക്കൊട്ട പാത എന്ന മാർഗത്തിന് പറഞ്ഞത് ഇസ്ലാം അല്ലാത്ത കാര്യം ഇസ്ലാമിൽ കൊണ്ടുവരിക. ജാഹിലിയ സമ്പ്രദായം മനസ്സിലാണ്ട? അതാണ് സമസ്തയുടെ പ്രമേയത്തിലുള്ളത്. നബി സാഹിബ് പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ അത് വിദ്യാർത്ഥികൾ വലാത്താണ്. അത് പിൻപറ്റണം എന്നാണ് എന്ത് ചെയ്യുന്നത്? അവര് യോഗം കൂടി പാസ്സാക്കിയേണ്ടത്. ഖുർആൻ ഹദീസ് തെളിവില്ല, തെളിയിക്കാൻ സാധ്യമല്ല. മാത്രമല്ല അത് ശിർക്കാണ്, ബിദ്അത്ത് എന്ന് പറയുന്നവർ ഇമാമത്ത് പറ്റൂല, ഖാസിസ്ഥാനിൽ പറ്റൂല എന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നു? അത് പ്രമേയം ചെയ്ത് പാസ്സാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രമേയം ഇബ്ലീസിന്റെ പ്രമേയമാണ്, അള്ളാഹ് പഠിപ്പിച്ച പ്രമേയമല്ല. ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും കൊണ്ടുപോകാൻ വേണ്ടി ഇബ്ലീസ് കൊടുത്ത പ്രമേയമാണ് അവർക്ക്. അതിൽ ആ പ്രമേയം വരുന്നതിന് 3 സമ്മേളനം ആവർത്തിച്ച് എതിരില്ല പാസ്സാക്കിയെടുത്തു. ആ പ്രമേയത്തിന് പിന്നാലെ തന്നെ എപ്പോഴും അവർ നിലകൊള്ളുന്നത്. അതുകൊണ്ട് അത് ഇബ്ലീസിന്റെ പ്രമേയമാണ്. അള്ളാഹുവിന്റെ പ്രമേയം വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളുമാവുന്നു. അതാണ് നമ്മളെ പ്രമേയം. അതാണ് അവർ നമ്മൾ വ്യത്യാസം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കണം. അവർ ഇത്തരത്തിൽ പ്രമേയത്തിന് പിന്നാലെ പോയാൽ ശരിക്കും വിധത്തിൽ എത്തിവിടും, സ്വർഗം നഷ്ടപ്പെട്ടു പോകും. മനസ്സിലാണ്ട? ഒരിക്കലും നമുക്ക് സ്വർഗം കടക്കാൻ പറ്റില്ല. കാലാന്തര നരകത്തിന്റെ അവകാശികളായി പോകും. എന്നാൽ അള്ളാഹുവിന്റെ പ്രമേയം, റസൂലിന്റെ പ്രമേയം അള്ളാഹു വഹി മുഖേന നബി പഠിപ്പിച്ചു കൊടുത്തു. അതിങ്ങനെ പ്രാവർത്തികമാക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവാചകനായി നബി സ്വല്ലല്ലാഹു അലൈഹി നിയോഗിച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. മാതൃകയായി പഠിപ്പിച്ചു കാര്യങ്ങൾ വഫാത്താകുന്നവരെ പഠിപ്പിച്ചു കൊടുത്തു സാഹിബന്മാർക്ക്. ആ നബി സാഹിബിന്റെ ഏകദേശ മാർഗം അതാവുന്നു നമ്മുടെ പ്രമേയം. മനസ്സിലായില്ല? ഇസ്ലാമിന്റെ പ്രമേയം പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ ഉൾക്കൊണ്ടുള്ള പ്രമേയം. ആ പ്രമേയമാണ് സ്വർഗ്ഗത്തിലേക്കുള്ള പ്രമേയം. നമുക്ക് വേറെ എഴുതിണ്ടാക്കാൻ ആവശ്യമില്ല. അള്ളാഹു റസൂൽ പഠിപ്പിക്കുന്ന പ്രമേയം അതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ചൊവ്വായ പാതയിൽ ഞങ്ങളെ പരിചരിക്കണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ച പാത, നബി സാഹിബ് നിയോഗിച്ച മാർഗം. അതാണ് നമ്മളെ മാർഗം. മറ്റേ വയലിൽ മൗദൂബിയും കോട്ടുകൂട്ടര പാതയല്ല. കോപ്പിയുടെ പാത എന്താണ്? ഇല്ലാത്ത കാലം എഴുതിണ്ടാക്കി ക്രിസ്ത്യാനികൾ എന്നെ പോലെ സമസ്തക്കാരെ എഴുതിണ്ടാക്കി പ്രമേയത്തിലൂടെ. അതാണ് കോപ്പിക്കൂട്ടര പാത. വെട്ടിച്ചുരുക്കി കൂട്ടിച്ചേർത്തു. അതെന്ത് ചെയ്യില്ല? കോപ്പിയുടെ പാതയാണ്. അത് ഇബ്ലീസിന്റെ പ്രമേയമാണ്. അത് നമുക്ക് എന്ത് സ്വീകരിച്ചുകൂടാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പാത അത് വഹി മുഖേന അറിയിച്ച മാർഗം. ഇത് നമ്മൾ എന്ത് ശരിക്കും മനസ്സിലാക്കണം. അതാണ് നാമും ആ ഒരു വ്യത്യാസം. അതാണ് നമ്മളെ പ്രമേയം. അങ്ങനെ അള്ളാഹും
അള്ളാഹു വഹി മുഖേന നബി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു കൊടുത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പഠിപ്പിച്ചു കൊടുത്ത ആ പ്രമേയത്തിൽ തൗഹീദുൽ പ്രമേയം മനസ്സിലാണ്ട? തൗഹീദുൽ പ്രമേയം സുന്നത്ത് നബിചര്യ മാർഗം, അതാണ് നമ്മുടെ പ്രമേയം. മറ്റതോ വിദേഹത്തിന്റെ പ്രമേയം, പിശാചിന്റെ പ്രമേയം മനസ്സിലാണ്ട? സമസ്തകാര രീതിയിലാക്കിയ പ്രമേയം അത് നമ്മൾ സ്വീകരിച്ചുകൂടാ, വഴിച്ചു പോകും. ഇതാണ് ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രമേയത്തിൽ ഞാൻ എൻ്റെ സഹാബത്തിന് ഏതൊരു മാർഗത്തിലോ ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് അത് പഠിച്ചെടുത്തുകൊണ്ട് മറ്റൊരു പഠിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തിയിരിക്കുമാകട്ടെ. പിശാചിന്റെ പ്രമേയത്തിൽ നിന്ന് വിട്ടാതെ നിന്നുകൊണ്ട്, ശിർക്കിൽ നിന്ന് വിട്ടാതെ നിന്നുകൊണ്ട്, നബിചര്യ പഠിച്ചറിഞ്ഞുകൊണ്ട്, നബിചര്യ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന മാതൃകളായി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തിയിരിക്കുമാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم. نعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان وعليك البلاغ. لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അള്ളാഹുവേ, പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ച് പഠിച്ച് ചരിത്രം പഠിച്ചറിഞ്ഞുകൊണ്ട് നബിയും സഹാബത്തെ നയിച്ച മാർഗത്തിലൂടെ ജീവിച്ചു മരിച്ച് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തരാത്ത വിദ്യാർത്ഥികളെ സമസ്തക്കാരുടെ പ്രമേയത്തിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിലെ അതായത് ഷറൽ മതകാര്യങ്ങൾ, ഷറായ കാര്യങ്ങൾ, സുന്നത്തിൽ പെടാത്ത നിമിഷയിൽ പെടാത്ത കാര്യങ്ങൾ ഈ പെട്ടുപോകുന്നതിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഇന്നോടല്ല മറ്റാരും ദുആ ചെയ്യുവാനില്ല, ഞങ്ങൾ ഇന്നോടല്ല മറ്റാരും ദുആ ചെയ്യുകയില്ല. ദുആ ആരാധനയാവുന്നു, ആരാധിക്കുന്നു അള്ളാഹു ആവുന്നു. അതുകൊണ്ട് ഞങ്ങൾ ദുആ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, പ്രയാസകരമായ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഞങ്ങളിത് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഹാശിക്ഷകൾ നൽകിക്കൊണ്ട് നീ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം കടുത്ത ശിക്ഷകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മുസ്ലിമായി ജീവിച്ച് കൊണ്ട് കാരണത്താൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കും ഞങ്ങൾക്കും പീഡിപ്പിക്കുന്ന എല്ലാ മുസ്ലിം സമൂഹങ്ങൾക്കും ക്ഷമിക്കുവാനും ഒരു ഫലം കൂടുതൽ നേടുവാനായി ഞങ്ങൾക്ക് ക്ഷമ നീ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. പഠിച്ച തമ്പുരാനെ, ഞങ്ങൾ പ്രയാസം ഞെരുക്കൾ ബുദ്ധിമുട്ടുകളെ നിനക്കറിയാം. അതെല്ലാം നീ ഞങ്ങളിൽ നിന്ന് മാറ്റി തരണമേ തമ്പുരാനെ, കുറവിയാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾ രോഗങ്ങൾ ഉള്ളവരുണ്ട്, ആശുപത്രിയിലുള്ളവരുണ്ട്, വീട്ടിലുള്ളവരുണ്ട്. പല ആളുകൾക്കും പലർക്കും പല പ്രതിബന്ധ കാരണത്താൽ ഞങ്ങൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനും പള്ളിയിൽ വരാനും നമസ്കരിക്കുവാനും അതേപോലെ തന്നെ ദീനീ കർമ്മങ്ങൾക്കും സാധിക്കാതെ പോയിട്ടുണ്ട്. അവരുടെ രോഗങ്ങളൊക്കെ പലരും ഞങ്ങളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ശിഫയ്ക്ക് വേണ്ടി പലരും ചെയ്യാത്തവരുണ്ട്. അവർക്കും ഞങ്ങൾക്കൊക്കെ തന്നെ മുസ്ലിങ്ങളായ ഞങ്ങൾക്കൊക്കെ തന്നെ അല്ലാഹുവേ നീ ശിഫ നൽകണമേ, പ്രയാസങ്ങൾ അകറ്റി തരണമേ, പലവിധ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റി തരണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഇന്നോടല്ല മറ്റൊരു ദുആ ചെയ്യുവാനില്ല, അതുകൊണ്ട് നാം ദുആ സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.